എനിക്കൊന്ന് കുമ്പസരിക്കണം. കുമ്പസരം എപ്പോഴും പള്ളിമേടയിലാണ് നടത്തേണ്ടത്. നാം എവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ നമ്മോടൊപ്പം കർത്താവും കാണുമെന്നല്ലേ ഫാദർ? അകത്തേക്ക്. ഫാദർ, ഇതെന്നും അങ്ങേ അലട്ടുന്ന ഒരു കുമ്പസാരമായിരിക്കും. അരുണിന്റെ കുമ്പസാരം. ഒരു നാട്ടിലെ മിക്ക ആളുകളും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച പെണ്ണായിരുന്നു ആനി, എൻ്റെ അമ്മച്ചി. പക്ഷേ അമ്മച്ചിയെ കെട്ടിയത് സാധാരണക്കാരനായ സത്യൻ എന്ന ആളായിരുന്നു എൻ്റെ അപ്പൻ. അന്ന് മുതലായിരുന്നു എൻ്റെ അമ്മച്ചിയുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ നശിക്കാൻ തുടങ്ങിയത്. കടങ്ങൾ കൂടിയതിനെ തുടർന്ന് എനിക്ക് 10 വയസ്സുള്ളപ്പോൾ അപ്പൻ തൂങ്ങി. അതിനുശേഷം എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും വളർച്ച കണ്ടായിരുന്നു അമ്മച്ചി സന്തോഷിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം ചേട്ടത്തി, ഒരു മിനിറ്റ്. എന്നാടാ? ചേട്ടത്തിയുടെ മോൻ എൻ്റെ അനിയത്തിയുടെ പുറകെ നടന്ന ശല്യമാണ്. അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതൊന്ന് ഇത്തിരി പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയോളാം. ഈ വീട്ടിലും ഒരു പെൺകൊച്ചുള്ള ചേച്ചിക്ക് അറിയാലോ. എടി അനു, അവ എവിടെ ഉണ്ടെങ്കിലും ഇപ്പൊ ഇവിടെ എത്താൻ പറയണം. അടുത്ത കളി ഞാൻ വേറെ ലെവലിലാണ് പിടിച്ചിരിക്കുന്നത്. അതിന് ഏത് കളി നീ പിടിച്ചിട്ടുള്ളത്? നല്ല പൊരിച്ച മീൻ വേണം ഇന്നിവിടെ തന്നെ. അളിയാ, ഞാൻ പിന്നെ വരാം. എടാ, എന്റെ മരണത്തിന് മുമ്പെങ്കിലും നിന്നെ പറ്റി ഒരു നല്ല വാർത്ത കേൾക്കാൻ പറ്റുമോ? ആഗ്രഹം മാറിക്കിട്ടി. ഇനിയെങ്ങാണോ ആ ജോണിയുടെ അനിയത്തിയുടെ പിറകെ നടന്ന് വല്ല ചീത്തപ്പേരും പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാൽ കയ്യും കാലും ഞാൻ അടിച്ചോടിക്കും. ഓ, ഇതൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു. വല്ല വിഷവും കൊടുത്ത് കൊന്നാ മതിയായിരുന്നു. എന്റെ കർത്താവേ, എങ്ങോട്ട് പോവാടാ? എന്റെ അപ്പനെ കാണാൻ. ആശം പിടിക്കാൻ പണ്ടാരോടങ്ങ് എന്തിനു വാങ്ങിയാന്തോ? എടാ അരുണേ, ഗ്യാസിന് വില കൂടിയാണ്ടാണ് ബയോഗ്യാസ് എടുത്തത്. അതും കത്താതെ വന്നാ എന്ത് ചെയ്യും എന്റെ കർത്താവേ? ഹലോ ഹലോ എടാ, 2 ദിവസം മുമ്പല്ലേ നിന്റെ അച്ഛൻ വന്നല്ല ശരിയാക്കി എന്ന് പറഞ്ഞിട്ട്? ഇപ്പൊ എന്താ കത്തണില്ലെന്ന് പറഞ്ഞ അമ്മച്ചി
കിടന്ന് വഴക്കുറഞ്ഞോണ്ടിരിക്കുന്നു. അതിന് നീ പറഞ്ഞ കാര്യങ്ങളെ കയ്യിലോട്ട് ഒഴിച്ചാ? ആ നീ പറഞ്ഞേക്ക് ഒഴിച്ചിട്ടുണ്ട്. എടാ വെറും ചാണക വെള്ളം മാത്രം ഒഴിച്ചാ പോലെ. ഓ ഓ എന്തെങ്കിലും ചിക്കന്റെ വേസ്റ്റാ അങ്ങനെ എന്തെങ്കിലും ഇട്. ഓ എന്നിട്ട് നീ നോക്ക്. ഓ ശരി ശരി. 2 ദിവസം കഴിഞ്ഞാൽ ശരിയാവും. ഡാ അരുണേ, 2 ദിവസത്തിനകത്ത് റെഡിയാവൂന്ന് പറഞ്ഞ്. ശ്ശോ, അമ്മച്ചി, നമ്മുടെ അപ്പന്റെ കുഴിമാട് എന്താ കല്ലറയാക്കാത്തേ? ഓ അത് പറ്റില്ലടി കൊച്ചേ, ഞാൻ അന്ന് പറഞ്ഞതല്ലേ. നിന്റെ അപ്പൻ ഹിന്ദു, പിന്നെ എങ്ങനെ പള്ളിക്കാര് സമ്മതിക്കും കല്ലറ കെട്ടാൻ? ഞാൻ അച്ഛനോട് പണ്ടിത് സംസാരിച്ചതാ. ഡാ, ഇത്രയും നാള് പലര് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല എന്റെ മോൻ ഇങ്ങനെയാണെന്ന്. ഇന്ന് മുതൽ തീർന്നു. ഇറങ്ങിപ്പോക്കോണം. എനിക്കിനി നിന്നെ കാണണ്ട. ഇറങ്ങിപ്പോടാ, ഇറങ്ങാ വെളിയില്, ഇറങ്ങ്, പോടാ ഇറങ്ങി. എന്താ രാത്രി ഇവിടെ ബഹളം? സതീശ, നമ്മൾ ഇത്ര നാള് സംശയിച്ച ശരിയായിരുന്നു. അവസാനം അവൻ സ്വന്തം അമ്മയും പെങ്ങളെയും. ഇറങ്ങിപ്പൊക്കോണം, ഇറങ്ങിപ്പോടാ. അവന്റെ പ്രായതല്ലേ ചേട്ടത്തി, ഒരു തവണയും കൂടെ മാപ്പ് കൊടുക്കാം. ഇനി അവൻ ചെയ്യത്തില്ല. കാര്യം നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം പോകുന്നത്. ദൈവം എന്റെ ജീവിതം ഇങ്ങനെ കരഞ്ഞു തീർക്കാനാ വിധിച്ചിരിക്കുന്നത്. സ്വന്തം മോനായതുകൊണ്ട് കൊല്ലാൻ പറ്റില്ലല്ലോ. വീടിന് മുകളിൽ ഒരു മരം വളർന്നു വീഴാറായ നമ്മൾ നട്ട് വളർത്തിയ മരമാണെങ്കിലും വെട്ടിക്കളയണം. ഇന്നവൻ വീട്ടിൽ കാണിച്ചത് നാളെ വെളിയിൽ കാണിക്കില്ല എന്ന് എന്തുറപ്പുള്ളത്? അവന് നമ്മോടില്ലാത്ത ഇമോഷൻ നമുക്ക് എന്തിനാ അവനോട്? സതീശ മതി, നിർത്ത്. ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഞാൻ പറഞ്ഞത് ചേട്ടത്തി ഒന്ന് ഇരുത്തി ചിന്തിച്ചാ മനസ്സിലാവും. പിന്നീട് ഓരോ ദിവസവും എന്നെക്കുറിച്ച് ഓരോ കാര്യം പറഞ്ഞ് സങ്കടപ്പെടാനായിരുന്നു എൻ്റെ അമ്മയുടെ വിധി. അനു കുറച്ചോറ്. ആ നിക്ക്, ചോറ് ഞാൻ കൊടുക്കാം. ദാ വരുന്നു, ഫോൺ എടുത്തിട്ട് വരട്ടെ. അനു, ഞാൻ എടുത്ത ചോറിങ് എടുക്ക്. ഇരിക്കടാ മക്കളെ. അമ്മേ, നമ്മ വരുത്തരും മക്കൾ. എന്താ മക്കളെ? ഈ സ്നേഹം മാത്രമേ ഞാൻ ഇതുവരെ ആഗ്രഹിച്ചുള്ളൂ. എനിക്കറിയാമോ ഈ ചോറ് വിഷമുള്ള കാര്യം. അയ്യോ മോനെ, ഡാ. അയ്യോ അരുണേ, ഡാ, എണീക്കടാ, അരുണേ. ഒന്ന് പറയണേ. അരുണേ, എണീക്കടാ. അമ്മച്ചി, ആരെങ്കിലും ഒന്ന് വേഗം വിളിക്ക്. ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അരുണേ, എണീക്ക്. അയ്യോ, ഡാ മോനെ, എണീക്കടാ. അമ്മേ, പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് പിടിക്കടാ. നോക്കി മകളെ സൂക്ഷിച്ച് പിടിക്കടി, സൂക്ഷിച്ച് മകളെ പതുക്കെ. മോളെ അനു, കൊച്ചച്ഛൻ ഇച്ചിരി ചോറെടുത്തേ. എവിടെ?
കൊച്ചു അവിടുത്തെ കാര്യമല്ല അറിഞ്ഞായിരുന്നോ? നല്ല കൂടിയ മുറ്റം വിഷവാ ഞാൻ നിന്റെ തള്ളയ്ക്ക് കൊടുത്തത്. എങ്ങനെ രക്ഷപ്പെടാനാ? ഞാൻ ആരോടും പറയാത്തൊരു സത്യം മോളോട് പറയട്ടെ. ഒരു പെണ്ണ്, ഒരു നാടാകെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച ഒരു പെണ്ണ്, അവളെ കെട്ടാൻ ഞാനും ആഗ്രഹിച്ച്. എന്നിട്ട് കിട്ടിയതോ എന്താ ചേട്ടൻ. പിന്നെ അവനിൽ നിന്നും എനിക്ക് കിട്ടാൻ അവനെ ഞാൻ കടക്കാരനാക്കി കെട്ടിത്തൂക്കി. അത് കഴിഞ്ഞ് അവൻ്റെ പിള്ളേര് കാരണം അവള് വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ നിന്റെ അനിയനെ ഒഴിവാക്കലായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് നടന്നു. ഇപ്പം 24 വർഷം ഞാൻ അവൾക്ക് വേണ്ടി കളഞ്ഞത്. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടത് വാടിയൊരു മുല്ലപ്പൂവായി നിന്റെ തള്ള. ഞാൻ നോക്കിയപ്പോ തൊട്ടടുത്തൊരു മുല്ലപ്പൂ മൊട്ട്. പിന്നെ വിചാരിച്ചു വാടി വീഴാറായ മുല്ലപ്പൂവിനേക്കാൾ സുഗന്ധം മുല്ലമുട്ടിനാണെന്ന്. ഇനി നിന്റെ തള്ള വേണ്ട, നീ മതി. ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞ ഇവിടെ തീരും. ഇല്ലേ നിന്റെ കുടുംബത്തോടെ കത്തിക്കും. 1, 2, 3. നീ കൊടുത്ത വിഷം കഴിച്ചത് എന്റെ അനിയനല്ല, അത് നീ തന്നെയാ. ഒരു മകനെ മനസ്സിലാക്കാൻ അമ്മയോളം ആരും വരില്ലടാ നായേ. മക്കളെ, ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ? എന്നിട്ട് ആ ബോഡി എന്ത് ചെയ്തു? ചില കുമ്പസാരങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. എല്ലാ സത്യവും കുമ്പസരിക്കാനായി നമുക്ക് സാധിക്കില്ല. എൻ്റെ കുമ്പസാരവും അതിലൊരെണ്ണം മാത്രം. അരുണിൻ്റെ കുമ്പസാരം. രണ്ടു ദിവസം കഴിഞ്ഞായാലും ഗ്യാസ് ഇപ്പൊ തന്നെ നല്ലൊരു കത്തുന്നുണ്ട്. നീ അവനെ ഒന്ന് വിളിച്ച് പറഞ്ഞേര്. ചെക്ക്. ശ്ശേ, ഡാ അരുണേ,